من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما أصاب من مصيبة في الأرض ولا في أنفسكم إلا في كتاب من قبل أن نبرأها إن ذلك على الله يسير. يا أيها الناس أوصيكم وإياي أولا بتقوى الله. ഏറെ സ്നേഹധനീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കലനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഏറെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇന്നലെ നമ്മളെല്ലാവരും കണ്ടതും കേട്ടതും. പ്രത്യേകിച്ച് ഒരു ഇന്ത്യക്കാരൻ എന്ന നിലക്ക് നമ്മുടെ നാട്ടിൽ നടന്ന ഒരു വലിയ ഒരു ദുരന്തം, ഒരു പക്ഷേ നമ്മുടെ എല്ലാം കണ്ണ് നനയിക്കുന്നതോ നമുക്ക് വിഷമങ്ങൾ ഉണ്ടാക്കിയതുമാണ്. ഇന്നലെ ഗുജറാത്തിലെ അലഹബാദിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ട ഒരു ഫ്ലൈറ്റ്, അത് പുറപ്പെട്ട് ടേക്ക് ഓഫ് ചെയ്ത് ഏകദേശം ഒരു മിനിറ്റ് ആയപ്പോഴേക്ക്, ഒരു മിനിറ്റ് തികഞ്ഞിട്ടില്ല, അപ്പോഴേക്ക് ഒരു മെഡിക്കൽ കോളേജിൽ പോയി ഇടിച്ച് ഏകദേശം അതിലുള്ള മുഴുവൻ ആളുകളും, അല്ലെങ്കിൽ ഒരാൾ മാത്രം രക്ഷപ്പെട്ടു എന്ന് പറയാൻ പറ്റും. ആ ഒരവസ്ഥയിൽ വലിയ ഒരു ദുരന്തം സംഭവിച്ചു. ആ മരണപ്പെട്ട ആളുകളുടെ കുടുംബത്തിന് അള്ളാഹു സമാധാനം നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ കേവലം ഒരു വാർത്തയായി മാത്രം അത് വായിച്ചു പോകുന്നതിലുപരിയായി, അല്ലെങ്കിൽ കുറേ ആളുകളുടെ പ്രശ്നങ്ങൾ കണ്ട് വിറങ്ങലടിക്കുക എന്നതിലുപരിയായി, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചില ഓർമ്മപ്പെടുത്തലുകളാണ് ഉണ്ടാവേണ്ടത്. ഏതേത് ദുരന്തങ്ങൾ സംഭവിക്കുമ്പോഴും അവിടെയെല്ലാം ഒരു മുസ്ലിം അവൻ ശ്രദ്ധിക്കേണ്ടതായ, അവൻ ഓർക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള ഒരു 4-5 കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനാണ് ഇന്നത്തെ ഖുതുബയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ വിഷയം,
എന്തെല്ലാം സൗകര്യങ്ങൾ ഒരു മനുഷ്യന് ലഭിച്ചിട്ടുണ്ടെങ്കിലും മനുഷ്യന്റെ നിസ്സാരതയും നിസ്സഹായതയും നമ്മൾ കാണും. അല്ലാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ച സൃഷ്ടികൾ ഒരുപാടുണ്ട്. എന്നാൽ അതിൽ അല്ലാഹു ഏറ്റവും കൂടുതൽ അനുഗ്രഹവും ഏറ്റവും കൂടുതൽ പരിഗണനയും ആദരവും നൽകിയിട്ടുള്ളത് വലഖദ് കറംനാ ലിബനി ആദം, ആദമിന്റെ മക്കൾക്കാണ്. മനുഷ്യരെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റവും കൂടുതൽ പരിഗണിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ മനുഷ്യർക്ക് പല കുറവുകളും ഉണ്ടാകും. പറവകളെപ്പോലെ പാറാൻ മനുഷ്യന് കഴിയൂല, മത്സ്യങ്ങളെപ്പോലെ നീന്താൻ മനുഷ്യന് സാധിക്കൂല, ചീറ്റപ്പുലിയെപ്പോലെ വേഗത്തിൽ ഓടാനുള്ള കഴിവും മനുഷ്യനില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയ പ്രത്യേകമായ വിശേഷ ബുദ്ധി കൊണ്ട് പറവകളേക്കാൾ ഉയരത്തിൽ പറക്കാൻ മനുഷ്യന് സാധിച്ചിട്ടുണ്ട്. മത്സ്യങ്ങളേക്കാൾ അടിയിലൂടെയും വേഗത്തിലും പോകാൻ മനുഷ്യന് സാധിച്ചിട്ടുണ്ട്. ഒരു ചീറ്റപ്പുലിയുടെ ഇരട്ടിക്കരട്ടി വേഗതയുള്ള വാഹനങ്ങൾ ഉണ്ടാക്കി അതിൽ സഞ്ചരിക്കാൻ മനുഷ്യന് സാധിച്ചിട്ടുണ്ട്. എല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യന് നൽകി. മനുഷ്യൻ അതെല്ലാം ആർജിച്ചെടുത്തു. പക്ഷേ എല്ലാം ലഭിച്ചാലും ശരി, മനുഷ്യൻ ദുർബലനാണ്. മനുഷ്യന്റെ ദൗർബല്യം അല്ലാഹു സുബ്ഹാനഹു തആല ബോധ്യപ്പെടുത്തുക. എല്ലാ കഴിവും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ പലതും പലതും ആർജിച്ചെടുക്കുന്നുണ്ടെങ്കിലും ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ചത് ദുർബലമായ അവസ്ഥയിലാണ്. ഈ ദുർബലത അവന്റെ വിശ്വാസത്തിന്റെ കാര്യത്തിലും സ്വഭാവത്തിന്റെ കാര്യത്തിലും എല്ലാം പണ്ഡിതന്മാർ വിശദീകരിച്ചു. അതോടൊപ്പം തന്നെ അവൻ ഒരുപാട് ദൗർബല്യങ്ങളുണ്ട്, ഒരുപാട് കുറവുകളുണ്ട്. അവൻ എത്രത്തോളം വലിയ റോബോട്ട് സംവിധാനങ്ങൾ ഉണ്ടാക്കിയാലും AI ക്രിയേറ്റ് ചെയ്താലും എന്തെല്ലാം അവൻ ഉണ്ടാക്കിയാലും, അല്ല ഇപ്പോ ഈ AI യുഗം എന്ന് പറയുമ്പോൾ നമ്മുടെ മൊബൈലിൽ തന്നെ ഒരു വോയിസ് ആയിട്ട് വിട്ടാൽ അതിന്റെ മറുപടി നമുക്ക് കിട്ടുക. പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് എന്ന് ഒരാളെയും വിളിക്കേണ്ടതില്ല, നമ്മുടെ മൊബൈലിൽ തന്നെ നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരുന്ന രൂപം. നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും അതനുസരിച്ചുകൊണ്ട് ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ലോകം. അത്രയും വലിയ സൗകര്യങ്ങൾ ഈ ലോകത്തുണ്ട്. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യൻ ദുർബലനാണ്. അവനെ സൃഷ്ടിച്ചിട്ടുള്ളത് ദുർബലതയിലൂടെയാണ്. എത്ര വലിയ വിമാനമാണെങ്കിലും ശരി, അതിൽ എത്രയോ ദിവസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള പൈലറ്റ് ആണെങ്കിലും ശരി, അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനം അല്ലാഹു സുബ്ഹാനഹു തആല നടപ്പിലാക്കുമ്പോൾ അതവിടെ സംഭവിക്കുക തന്നെ ചെയ്യും. എന്നാലും എങ്ങനെ അത് സംഭവിച്ച്? ഒരുപാട് പ്രശ്നങ്ങൾ പറയാനുണ്ടാകും. ഒരു പക്ഷേ വിമാനത്തെക്കുറിച്ച് പറയാനുണ്ടാകും, അതിന്റെ കുറവുകളെക്കുറിച്ച് പറയാനുണ്ടാകും, അതിന്റെ മെയിൻ്റനൻസിന്റെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയാനുണ്ടാകും. എല്ലാം ശരി തന്നെയാണ്, അതൊക്കെ പരിഹരിക്കേണ്ടത് തന്നെയാണ്, അതിന് സംശയമല്ല. പക്ഷേ മനുഷ്യന്റെ നിസാരത അല്ലാഹു ബോധ്യപ്പെടുത്താൻ നമ്മളൊന്നും എവിടെ എത്തിയിട്ടില്ല. അള്ളാന്റെ നിയമങ്ങളെ മുൻകടക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ വിഷയം, പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അല്ല ഒരു സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം, അല്ലാഹു സുബ്ഹാനഹു തആല ഈ ലോകത്തേക്ക് ജീവൻ നൽകിയിട്ടുള്ള എല്ലാത്തിനും ഒരു സമയമാകുമ്പോൾ ആ ജീവൻ നഷ്ടപ്പെടും. ആ ജീവനിൽ നിന്ന്, ആ ജീവന്റെ അവസ്ഥയിൽ നിന്ന് അവന് ഓടിയൊളിക്കാൻ, മരണമാകുന്ന അവസ്ഥയിൽ നിന്ന് ഓടിയൊളിക്കാൻ, മരണത്തിൽ നിന്ന് ചാടിപ്പോകാൻ അവന് സാധിക്കൂല. ഒരു സമയം എത്തിക്കഴിഞ്ഞാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഒരു പക്ഷേ ഇന്നലെ ഈ സമയത്ത് ഈ പറയപ്പെട്ട 200-ലധികം വരുന്ന ആളുകൾ ഫ്ലൈറ്റിൽ കയറിയിരിക്കുന്ന സമയമാണ്. പല ആളുകളും അവരുടെ കുടുംബത്തിലേക്ക് മെസ്സേജുകൾ അയക്കുന്ന സമയമാണ്. പല ആളുകളും സെൽഫി എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്യുന്ന സമയമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവർ മനസ്സിലാക്കുന്നുണ്ടോ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ, ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ലോകത്തില്ല, ഒരു തീഗോളമായി ഞങ്ങൾ ഇല്ലാതാകുമെന്നുള്ളത് വിശ്വസിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. എങ്കിൽ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഅഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ. ഫഇദാ ജാഅ അജലുഹും, അവരുടെ അവധി എത്തിക്കഴിഞ്ഞാൽ, ഏതൊരു മനുഷ്യനാവട്ടെ ജീവിയാകട്ടെ, ആ ജീവിയുടെ അവസാനത്തെ അവധി എത്തിക്കഴിഞ്ഞാൽ ഫലാ ലാ യസ്തഅഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ,
ആ അവധിയെ മുൻകടക്കാനോ അതല്ലെങ്കിൽ അതിനെ പിന്നോട്ട് കൊണ്ടുപോകാനോ അവന് സാധിക്കുന്നതല്ല. അള്ളാന്റെ തീരുമാനം ഈ പറയപ്പെട്ട 200-ലധികം വരുന്ന ആളുകളുടെ മരണം ഇന്നലെ 1:38 എന്നാണെങ്കിൽ അത് ആ സമയത്ത് സംഭവിച്ചിരിക്കും. അള്ളാഹ് പറയാണ് ഒരിക്കലും അതൊന്നും മാറൂല. അത് കേവലം അവരുടെ വിഷയത്തിൽ മാത്രമല്ല, ഏതൊരു വ്യക്തിയാണെങ്കിലും ഒരാൾക്കും ഓടി ഒളിക്കാൻ കഴിയൂല. ഒരു പക്ഷേ ഒരു നാട്ടിൽ വല്ല പകർച്ചവ്യാധികൾ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ നമുക്കിന്ന് മറ്റേ നാട്ടിലേക്ക് പോകാം. ബൈക്കിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ബൈക്കിൽ അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്, നമുക്ക് കാറിൽ പോകാം. കാറിൽ ഇന്ന പ്രശ്നമുണ്ട്, ഇന്നത്തെ റോഡിന്റെ അവസ്ഥയിൽ കാറും സേഫ് അല്ല, നമുക്ക് ഫ്ലൈറ്റിലോ അല്ലെങ്കിൽ ട്രെയിനിലോ പോകാം. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ കേട്ട വാർത്തകൾ എന്താ? നമ്മുടെ നാട്ടിൽ തന്നെ കപ്പൽ അപകടത്തിൽപ്പെട്ടില്ലേ? ഇന്നലെ വിമാനം അപകടത്തിൽപ്പെട്ടില്ലേ? എത്രയെത്ര വാഹന അപകടങ്ങൾ നമ്മൾ വായിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരാൾക്കും ഓടിപ്പോകാൻ, മരണത്തിൽ നിന്ന് ഓടിപ്പോകാൻ കഴിയൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയാണ്, ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗതു വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. കെട്ടി ഉയർത്തപ്പെട്ട കോട്ടകളിലായിരുന്നാൽ പോലും മരണം നിങ്ങളെ പിടികൂടുന്നതാണ്. എത്ര വലിയ സേഫായ വീടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എത്ര നല്ല സൗകര്യങ്ങളുള്ള വാഹനമാണെന്ന് പറഞ്ഞാലും, ബുള്ളറ്റ് പ്രൂഫ് ആണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഓനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഒരു തീരുമാനം പറഞ്ഞാൽ ആ തീരുമാനത്തിലേക്ക് അവൻ എത്തും. അത് ഏത് നാട്ടുകാരനാണ്, ഏത് വീട്ടുകാരനാണെന്നൊന്നുമില്ല. നമ്മുടെ കേരളത്തിലുള്ള ഒരു സ്ത്രീയും ആ ഒരു അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലുള്ള ആളാണ്, പക്ഷേ അള്ളാന്റെ തീരുമാനം അവിടെയാണ്. ബ്രിട്ടീഷുകാരായ ഒരുപാട് ആളുകൾ, ബ്രിട്ടൻ സ്വദേശികളായ ഒരുപാട് ആളുകൾ, പോർച്ചുഗീസുകാരായ ആളുകൾ ഒക്കെ നമ്മൾ പത്രത്തിൽ വായിച്ചു അല്ലേ? ഈ വാർത്തകളൊക്കെ വായിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസാണ് ഓർമ്മ വരിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ ഖലല്ലാഹു ലിഅബ്ദിൻ അയ്യമൂത ബിഅർളിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളുടെ മരണം ഇന്ന ഒരു നാട്ടിലാണെന്ന് അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ജഅല ലഹു ഇലൈഹാ ഹാജതൻ. അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഹാജത്ത്, ഒരാവശ്യം അത് ഉണ്ടാക്കി കൊടുക്കും. ഒരാവശ്യം ഉണ്ടാക്കും. ഓരോരുത്തരുടെയും വാർത്തകൾ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസ് ഇങ്ങനെ ഓർമ്മ വരും. ഒരാൾ ഇന്ന നാട്ടിൽ വെച്ച് മരിക്കണമെന്ന്, കേരളത്തിലെ പത്തനംതിട്ടയിലുള്ള ഒരു സഹോദരി മരിക്കേണ്ടത് അലഹാബാദിൽ വെച്ചാണെങ്കിൽ അള്ളാഹു അവിടേക്ക് എത്തിക്കും. ബ്രിട്ടീഷുകാരായ ആളുകൾ ഇന്ത്യയിൽ വന്ന് കുറെ ദിവസം കറങ്ങിയതിനു ശേഷം തിരിച്ചു പോകാനായി തലേ ദിവസം അവർ സ്റ്റാറ്റസ് ഇട്ടുകൊണ്ട് അവർ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടത് ലാസ്റ്റ് ഡേ ആണ് എന്ന് പറഞ്ഞു, ലാസ്റ്റ് നൈറ്റ് ആണെന്ന് പറഞ്ഞു. ഇതൊക്കെ നമ്മൾ വായിക്കണം. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാട്ടിലേക്ക് എത്താനുള്ള ഒരു സാവകാശമില്ല. അത് റബ്ബ് ക്രൂരനായതുകൊണ്ടല്ല, റബ്ബിന്റെ തീരുമാനം അതാണ്. പ്രിയപ്പെട്ടവരെ, ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഒരു പക്ഷേ ഇതാ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്നാണ് നമ്മൾ പോന്നത്. നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചെത്തുമെന്ന് ഉറപ്പ് പറയാൻ നമ്മളിൽ ആർക്കും കഴിയൂല. അത്രത്തോളം ദുർബലത നമ്മുടെ ജീവിതത്തിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തീരുമാനമെടുത്താൽ ആ ഒരു മരണത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല എന്ന ഒരു ബോധ്യപ്പെടൽ, അത് ഒരാൾക്കും, ഇനി അതിനപ്പുറത്തേക്ക് ഒരാളെന്ന് പറയാനില്ല. നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിൽ നിന്ന് ഓടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിഞ്ഞിട്ടില്ല. അതിനോടും വലിയ സ്ഥാനം ആർക്കുമില്ലല്ലോ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു പറയുകയും ചെയ്തു, മരണത്തിന്റെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യും? എന്റെ അധീനതയിൽപ്പെട്ട കാര്യങ്ങളല്ലല്ലോ അത്. ഒരാളുടെ മരണം അത് തടുത്തു നിർത്താൻ എന്നെ കൊണ്ട് സാധിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞത് ആരുടെ വിഷയത്തിലാണെന്നറിയോ? അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോഴാ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയണം ആരായിരുന്നു അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു. അദ്ദേഹം മദീനക്കാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ മക്കയിൽ ഇസ്ലാമിക പ്രബോധനം തുടങ്ങിയ സമയം ഏകദേശം 10 വർഷം കഴിഞ്ഞ് 11ാമത്തെ വർഷമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖബയിൽ വെച്ചുകൊണ്ട് മദീനക്കാരായ 6 ആളുകളോട് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. മദീനക്കാര് മക്കത്തേക്ക് വന്നതാ. അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വകാര്യമായി കണ്ട് അവർക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുത്തു. 6 ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ അന്ന്. ആ 6 ആളുകളിൽ ഒരാളാണ് അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും ഞാനിതാ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു.
അവിടുന്ന് പിന്നെ അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു തിരിച്ചു മദീനത്തേക്ക് പോവുക. അവരുടെ കൂടെ മറ്റു സഹാബത്തുണ്ട്. അവരുടെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചു. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ മുന്നിൽ വെച്ചുകൊണ്ട് അസ്അദ് റളിയല്ലാഹു അൻഹു ഒരുപാട് ആളുകളുടെ വീടകങ്ങളിലേക്ക് കയറിയിറങ്ങി, ഇസ്ലാമിനെ പരിചയപ്പെടുത്തി. പിറ്റത്തെ വർഷം 70-ലധികം ആളുകളുമായിട്ടാണ് അവർ വീണ്ടും മക്കത്തേക്ക് വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് അവർ വന്നു. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനും പ്രവാചകന്റെ കൈ പിടിച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്യാനും ആഗ്രഹം വെച്ചുകൊണ്ട് പലരും തിക്കിത്തിരക്കിയ സമയത്ത് അസ്അദ് റളിയല്ലാഹു അൻഹു എല്ലാവരെയും തടുത്തു നിർത്തി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആവേശം കൊണ്ട് വരണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ പിടിച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവൻ പ്രവാചകന് കൊടുക്കാമെന്ന് നിങ്ങൾ ഉറപ്പ് പറയലാണ്. അതിന് റെഡിയുള്ളവർ മാത്രം കൊടുത്താൽ മതി. അവരെല്ലാവരും റെഡിയായി. അത് നിങ്ങൾ മാറി, ഞങ്ങൾ ഇറങ്ങാന്ന് പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ പിടിച്ചുകൊണ്ട് 70-ലധികം വരുന്ന ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു. അവർ തിരിച്ചു വീണ്ടും മദീനയിലേക്ക് പോയി. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, അങ്ങനെ മദീനയിലെത്തിയ ആ സ്വഹാബിമാരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ മദീനയിലുള്ള 40ഓളം വരുന്ന ആളുകളെ വിളിച്ചുകൂട്ടി ഒരു ജുമഅ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ ഒരു ജുമഅക്ക് നേതൃത്വം കൊടുത്തു അസ്അദ് റളിയല്ലാഹു അൻഹു. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, ആ മദീനത്തെ ആ ഒരൊറ്റ ഖുതുബ കാരണത്താൽ പിൽക്കാലഘട്ടത്തിൽ വർഷങ്ങളോളം കഅബ് റളിയല്ലാഹു അൻഹു ഈ അസ്അദ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി പ്രാർത്ഥന നടത്താറുണ്ടായിരുന്നു. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഫാത്തായിട്ട് പിന്നെയും കുറെ കാലം ജീവിച്ച ആളാണ്. ഓരോ തവണയും വെള്ളിയാഴ്ചകളിൽ മദീന പള്ളിയിലേക്ക് ഇങ്ങനെ അദ്ദേഹത്തിന്റെ മകൻ അബ്ദുല്ലാഹി ബിൻ കഅബിന്റെ കൂടെ ഈ വാപ്പങ്ങനെ പള്ളിയിലേക്ക് ഇങ്ങനെ വരും. ആ വരുന്ന സമയത്ത് പള്ളിയിലെത്തിയാലും വരുന്ന സമയത്തൊക്കെ കഅബ് റളിയല്ലാഹു അൻഹു അസ്അദ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കും. ഇത് കുറേ ദിവസങ്ങൾ ഇങ്ങനെ ആവർത്തിക്കപ്പെട്ടപ്പോൾ മകനായ അബ്ദുല്ലാഹി ബിൻ കഅബ് റളിയല്ലാഹു അൻഹു ചോദിക്കാണ്, അല്ല വാപ്പ, നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിലേക്ക് ഇങ്ങനെ വരുന്ന സമയത്തെല്ലാം നിങ്ങൾ അസ്അദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത? എന്താ അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥന നടത്താനുള്ള കാരണം എന്താണ്? അദ്ദേഹത്തിന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താനുള്ള കാരണം എന്താണ്? ആ സമയത്ത് കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, മദീനത്ത് ആദ്യമായി ഇസ്ലാമിനെ കൊണ്ടുവന്നതും മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നിന്നതും ഞങ്ങൾക്ക് വേണ്ടി ജുമഅ തുടങ്ങിയതും ഞങ്ങൾക്ക് വേണ്ടി ജുമഅക്ക് നേതൃത്വം കൊടുത്തതും അസ്അദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഓരോ ജുമഅക്ക് വരുമ്പോഴും ഞാൻ അതിങ്ങനെ ആലോചിക്കും. ആ ദിവസം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യം ഓരോ ദിവസവും ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ഈ അസ്അദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തെക്കുറിച്ച് പ്രിയപ്പെട്ടവരെ ചരിത്രത്തിൽ ഏറെ ദുഃഖകരമായൊരു വാർത്തയുണ്ട്. അസ്അദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിന് വേണ്ടി മദീനത്ത് ഒരുപാട് കാര്യങ്ങൾ പരിശ്രമിച്ചു. മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവന്നും അല്ലാതെയുമായി ഒരുപാട് ആളുകൾക്ക് ദഅവത്ത് എത്തിച്ചു കൊടുത്തു. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ചു അസ്അദ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ എന്റെ വീട്ടിലേക്ക് വരും, ഞാനാണ് നിങ്ങളെ കൊണ്ടുപോണേ, എന്റെ വീട്ടിൽ വന്ന് താമസിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അതിന്റെ കടിഞ്ഞാണ് പിടിക്കും, എവിടെയാണോ അത് മുട്ടുകുത്തുന്നത് അവിടെയാണ് എനിക്ക് നിൽക്കാൻ അള്ളാഹു അനുവാദം നൽകിയിട്ടുള്ളത്. അതിനിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകപ്പുറത്തുണ്ടായിരുന്ന പ്രവാചകന്റെ സാധന സാമഗ്രികളൊക്കെയുള്ള ഒരു സെഞ്ചി, ഒരു ബാണ്ടക്കെട്ട്, അത് അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു എടുത്തിട്ട് വേഗം അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകരെ എവിടെയാണോ ആ ഒരു നിങ്ങളുടെ വസ്ത്രങ്ങളുള്ളത്, നിങ്ങളുടെ സാധന സാമഗ്രികളുള്ളത്, അവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത്, നിങ്ങൾ അങ്ങോട്ട് വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകമാകട്ടെ മുട്ടുകുത്തിയതും അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലായിരുന്നു.
അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് താമസം മാറ്റി. എങ്കിലും അസ്അദ് റളിയല്ലാഹു അൻഹു എല്ലാത്തിലും നബിന്റെ കൂടെ അങ്ങനെ നിന്നു കൊടുത്തു. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നിട്ട് ആദ്യം ചെയ്യണത് മദീന പള്ളിയുടെ നിർമ്മാണത്തിന് വേണ്ടി സ്ഥലം നോക്കലായിരുന്നു. ആ സ്ഥലം നോക്കി അത് കണ്ടു. അത് 2 യതീം കുട്ടികളുടെ പേരിലുള്ളതാണ്. ആ യതീം കുട്ടികളെ നോക്കിയിരുന്നതാവട്ടെ അസ്അദ് റളിയല്ലാഹു അൻഹുവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം മുഴുവൻ ചർച്ച ചെയ്യുന്നത് അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹുമായിട്ടാണ്. അദ്ദേഹത്തിന്റെ ഇടപെടലായിരുന്നു മദീന പള്ളിക്ക് ആ സ്ഥലം കിട്ടിയത്. ഇത്രയേറെ ഇസ്ലാമിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച അസ്അദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യം അതിയായി ആഗ്രഹിച്ച അസ്അദ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിന് വേണ്ടി അതിയായി സന്തോഷിച്ച അസ്അദ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് അസ്അദ് റളിയല്ലാഹു അൻഹുവിന്റെ കഴുത്തിൽ ഒരു മുഴങ്ങനെ വരാൻ തുടങ്ങി. അതിങ്ങനെ വലുതാകാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സന്ദർശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ചികിത്സകൾ നടത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. പക്ഷേ അല്ലാഹുവിന്റെ ഖദർ അത് മറികടക്കാൻ കഴിയൂല. ഒരു ദിവസം അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാത്ത വിഷമമുണ്ടായി. എന്നാൽ ആ വിഷമത്തിനേക്കാൾ പ്രവാചകന്റെ മനസ്സ് പടപ്പിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൽബിൽ വേദനയുണ്ടാക്കിയത് ജൂതന്മാരായ ആളുകളുടെ വാക്കുകളായിരുന്നു. ജൂതന്മാർ അവിടുന്ന് ഇങ്ങനെ പറഞ്ഞു നടക്കാൻ തുടങ്ങി, നിങ്ങൾ വലിയ കാര്യമായിട്ട് കൊണ്ടുവന്ന ആളല്ലേ നിങ്ങളുടെ പ്രവാചകൻ, എന്നിട്ട് ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്ന ആളാ ആദ്യം മരിച്ചേ. ആ മുഹമ്മദ് പ്രവാചകനായിരുന്നെങ്കിൽ അള്ളാഹിനോട് പറഞ്ഞിട്ട് അതൊന്ന് മാറ്റണ്ടേ? എന്ത് പ്രവാചകനാ? കാരണം അതിന്റെ കാര്യത്തിലൊക്കെ മുന്നിൽ നിന്ന ആളാണ് ആദ്യം മരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്ന ഒരു വാചകമുണ്ട്, വലാ അംലികു ലഹു നഫ്സി, എന്റെ കാര്യത്തിൽ വരെ എന്റെ മരണത്തെ പിടിച്ചു നിർത്താൻ എനിക്ക് കഴിയൂല, പിന്നെ എങ്ങനെ അള്ളാഹുവിന്റെ തീരുമാനത്തെ ഞാൻ മാറ്റും? ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വേദനയോടുകൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രം നമുക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. എത്ര വലിയ ആളാണെങ്കിലും ശരി, അള്ളാഹുവിന്റെ എത്രത്തോളം സാമീപ്യമുള്ള ആളാണെങ്കിലും ശരി, മരണത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ ഒരാൾക്കും കഴിയൂല. അത് ഏതൊരാൾക്കും എന്നാണോ അള്ളാഹുവിന്റെ തീരുമാനം അതനുസരിച്ചുകൊണ്ട് സംഭവിക്കും. അതാണ് ഇന്നലത്തെ ദുരന്തത്തിലും ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? ഈ ദുനിയാവ് എത്രത്തോളം ക്ഷണികമാണ് എന്ന ഒരു ബോധ്യപ്പെടൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി. ഒരു പക്ഷേ ആ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ആ ഫ്ലൈറ്റ് ഇങ്ങനെ പൊങ്ങുന്നത് ഏകദേശം ഒരു 50-ലധികം സെക്കൻഡ് മാത്രമാണുള്ളത്. 1 മിനിറ്റ് തികഞ്ഞിട്ടില്ല, അപ്പോഴേക്ക് മരണപ്പെട്ടു. അതിലുള്ള ഓരോ ആളുകളും ദിവസങ്ങളോളം എടുത്ത പണിയാണ്. ലണ്ടനിൽ ഇന്ന ഒരു ഭാഗത്ത് താമസിക്കണം, ഇന്ന ജോലിയിൽ കയറണം, ഇന്ന സ്ഥാപനത്തിൽ വർക്ക് ചെയ്യണം, ഇത്ര ശമ്പളം ഉണ്ടാക്കണം, ഇന്ന സൗകര്യങ്ങൾ ഉണ്ടാക്കണം, എല്ലാം തീരുമാനിച്ചു. പക്ഷേ ദുനിയാവിന്റെ നിസാരത, ദുനിയാവിന്റെ നൈമിഷികത അതല്ലേ നമ്മളെ ബോധ്യപ്പെടുക്കാം. പ്രിയപ്പെട്ടവരെ, ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു ആയത്തുണ്ട്. നമ്മളും ഈ ദുനിയാവിന് വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്, നമ്മളും ദുനിയാവിന് വേണ്ടി ഓടുന്നുണ്ട്, നമ്മളും അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ അങ്ങനെ പരലോകം മറന്നുകൊണ്ട് ദുനിയാവിന് വേണ്ടി ഓടുന്നവരോട് വിശുദ്ധ ഖുർആനിന്റെ ഒരു വാചകം കേട്ടോ, ഇന്നമാ മസലുൽ ഹയാത്തിദ് ദുനിയാ കമാഇൻ അൻസൽനാഹു മിനസ് സമാ, തീർച്ചയായും ഈ ദുനിയാവിന്റെ ഉപമ എന്ന് പറഞ്ഞാൽ ആകാശത്ത് നിന്ന് വീഴുന്ന ഒരു മഴയെപ്പോലെയാണ്. ആകാശത്ത് നിന്ന് ഇങ്ങനെ മഴ വരുന്നു, എന്നിട്ടോ ഫഖ്തലത ബിഹി നബാതുൽ അർള്, ഭൂമിയിൽ നിന്ന് വ്യത്യസ്തമായ ചെടികൾ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്. മായകുലുന്നാസു വൽ അൻആം, ജനങ്ങളും കന്നുകാലികളും ഒക്കെ അതിൽ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഹത്താ ഇദാ അഖദത്തിൽ അർളു സുഖ്റുഫഹാ, അങ്ങനെ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം അതിങ്ങനെ അലങ്കാരമായി, അതിലെ എല്ലാ സൗകര്യങ്ങളും അത് നോക്കി നടത്തുന്ന ആളുകൾക്ക് സന്തോഷമുണ്ടാക്കുന്ന അവസ്ഥയിലെത്തി. കന്നുകാലികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കഴിക്കാനുള്ള നല്ല സസ്യങ്ങളായി അത് ലഭിച്ചു, എല്ലാം ലഭിച്ചു. എന്നിട്ട് അല്ലാഹു വീണ്ടും പറയാണ്, വസയ്യനതു വദന്ന അഹ്ലുഹാ അന്നഹും ഖാദിറൂന അലൈഹാ,
അതിന്റെ ആൾക്കാർ വിചാരിച്ചു ഇതേ നമുക്ക് എപ്പോഴും ഉണ്ടാവും ട്ടോ, ഈ സൗകര്യങ്ങളൊക്കെ എന്നുണ്ടാകും എന്നവർ വിചാരിച്ചു. അതിങ്ങനെ ഞങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കുമെന്നവർ വിചാരിച്ചു. അവരുടെ ഉടമസ്ഥർ അത് വിചാരിക്കുകയും ചെയ്തു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഒരു കൽപ്പന അത് രാവിലോ പകലിലോ സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്നലെ ഒന്നുമില്ലാത്ത രൂപത്തിൽ, ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെ ഉന്മൂലനമാക്കി കളഞ്ഞു. എന്നിട്ട് അല്ലാഹു വീണ്ടും പറയാണ്, കദാലിക നുഫസ്സിലുൽ ആയാതി ലിഖൗമി യതഫക്കറൂൻ. തീർച്ചയായും ചിന്തിക്കുന്ന ആളുകൾക്ക് ഇത് അല്ലാഹു ഒരു ദൃഷ്ടാന്തമാക്കി വെക്കാം. പ്രിയപ്പെട്ടവരെ, ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ, നല്ല മഴ ഇങ്ങനെ പെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്നുണ്ട് പല കൃഷികളും ഇങ്ങനെ ഉയർന്നു വരുന്നു. പല ആളുകളും വിചാരിക്കും അതൊക്കെ നമുക്ക് ഇന്ന കാര്യങ്ങൾക്കൊക്കെ ഉപയോഗപ്പെടുത്താം. എന്നാൽ ഒരു രാത്രി പകലാകുമ്പോഴേക്ക്, ഒരു പകല് രാത്രിയാകുമ്പോഴേക്ക് ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നു. ഇതേപോലെയാണ് ആളുകളുടെ അവസ്ഥ. മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അവൻ പലരും പഠിക്കുന്നുണ്ട്. നമ്മൾ വായിച്ചു, ഇന്നലെ അപകടത്തിൽപ്പെട്ട പലരും വർഷങ്ങളോളം അധ്വാനിച്ച് പഠിച്ചെടുത്ത ആ സർട്ടിഫിക്കറ്റുമായിട്ടാണ് വലിയ ഒരു ജോലി കിട്ടിയിട്ട് അങ്ങോട്ട് പോകാൻ നിൽക്കുന്നത്. അതിൽ ഒരു സഹോദരന്റെ ഒരു വീഡിയോ, ഒരു ഫോട്ടോ ഒരു പക്ഷേ നമ്മൾ കണ്ടിട്ടുണ്ടാകും. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ കൂടെ എടുത്ത ഒരു ഫോട്ടോ. എന്നിട്ട് അതിൽ എഴുതിയിട്ടുള്ള ഒരു വാചകമുണ്ട്, പുതിയ ഒരു ജീവിതത്തിലേക്കുള്ള യാത്രയാണ്. അതിൻ്റെ അത് വായിച്ചു നോക്കിയ സമയത്ത് അദ്ദേഹം കാലങ്ങളായി ലണ്ടനിലുണ്ട്, പക്ഷേ കുടുംബത്തെ കൊണ്ടുപോകാൻ പറ്റിയില്ല. ഒരുപാട് ദിവസത്തെ പരിശ്രമം, ഒരുപാട് സമ്പത്തും ഒഴുക്കി, ഒരുപാട് പേപ്പറുകൾ ശരിയാക്കി, കുടുംബത്തെ കൊണ്ടുപോകാൻ ഒരുപാട് നിബന്ധനകൾ എല്ലാം പാലിച്ചൊക്കെ റെഡിയാക്കിയിട്ട് വലിയ സന്തോഷത്തിൽ പോവുകയാണ്. പക്ഷെ അവിടെയാണ് പ്രിയപ്പെട്ടവരെ ദുനിയാവിന്റെ നിസാരത നമ്മളെ ബോധ്യപ്പെടുത്തും. ഇനി അത് ഈ ഒരു അലഹാബാദിലേക്ക് പോകേണ്ടതില്ല. ഒരാഴ്ച മുമ്പ് കോഴിക്കോട് ജില്ലയിൽ നടന്ന ഒരു മരണവാർത്ത നമ്മൾ കിട്ടും. ഒരാള് വർഷങ്ങളോളം സമ്പാദിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു വീട്, ആ വീടെല്ലാം റെഡിയാക്കി, ആ വീടിരിക്കലിന്റെ അന്ന് രാവിലെ വാപ്പാന്റെ അടുത്ത് പോയതാ. വാപ്പ കിടപ്പിലാണ്. വാപ്പാന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഇരുന്ന് വാപ്പാനോട് സംസാരിക്കുമ്പോൾ അവിടെ ഇരുന്നിട്ട് കുഴഞ്ഞിട്ട് മരിച്ചു. നമ്മുടെ കോഴിക്കോട് കൊയിലാണ്ടി ഭാഗത്ത്. എത്രത്തോളം ദുർബലരാണ് നമ്മൾ. ഈ ദുനിയാവിന്റെ നിസാരത അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ബോധ്യപ്പെടുത്താണ്. എന്തിനു വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ ഓടുന്നത്? ഈ ദുനിയാവിന് വേണ്ടിയിട്ടല്ലേ നമ്മുടെ ജ്യേഷ്ഠനും അനിയനും തെറ്റിയത്? ഈ ദുനിയാവിന് വേണ്ടിയിട്ടല്ലേ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമുണ്ടായത്? ഈ ദുനിയാവിന് വേണ്ടിയിട്ടല്ലേ അയൽവാസികൾ മാസങ്ങളായി മിണ്ടാത്തത്? എന്നിട്ട് ആരാ കൊണ്ടുപോയത്? ഇന്നലെ 200-ലധികം ആളുകൾ മരണപ്പെട്ടപ്പോ അതിൽ ഒരാൾക്ക് പോലും എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോകാൻ അവരുടെ കർമ്മങ്ങളല്ലാതെ വല്ലതുണ്ടോ? ഇല്ല. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കർമ്മങ്ങൾ മാത്രമേ നമുക്ക് ഉണ്ടാവൂ. ഒരുപാട് ഈ ദുനിയാവിന് വേണ്ടി ഓടി 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 അവസാനം തളരും നമ്മൾ. പക്ഷെ ദുനിയാവ് കൊണ്ടുപോകില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിനെ കുറിച്ച് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മൻകിബിൽ, അദ്ദേഹത്തിന്റെ തോളിൽ പിടിച്ചിട്ട് പറയാണ്, കുൻ ഫി ദുനിയ കഅന്നക ഗരീബുൻ ഔ ആബിർ സബീൽ. നീ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ നിൽക്ക്, ഒരു വഴിയാത്രക്കാരനെ പോലെ, അല്ലെങ്കിൽ ഒരു അപരിചിതനെ പോലെ, അത്ര മതി. ഈ ഒരു വാചകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിന് ശേഷം വകാന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, ഇദാ അംസൈത ഫലാ തൻതളിരിസ് സാഅ. നീ രാത്രിയായി കഴിഞ്ഞാൽ, ഇദാ അംസൈത, നിനക്ക് രാത്രിയായി കഴിഞ്ഞാൽ, ഫലാ തൻതളിരിസ് സബാ, നീ പകലിനെ പ്രതീക്ഷിക്കണ്ട. പകലായി കഴിഞ്ഞാൽ രാത്രിയും പ്രതീക്ഷിക്കണ്ട. അതിനിടയിൽ എപ്പോഴോ തീർന്നു. ഒരു പക്ഷേ ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ കുടുംബക്കാരോട് യാത്ര പറയുമ്പോ പല ആളുകളുടെയും വീഡിയോസ് നമ്മൾ കണ്ടു. അവസാനമായി അവർ പോകുന്ന വീഡിയോ എടുത്തുകൊണ്ട് കുടുംബക്കാർ വിഷമത്തോടുകൂടി പറഞ്ഞ വാർത്തകൾ ഒരു പക്ഷേ നമ്മുടെ വീട്ടിലുണ്ട്. നമ്മൾ ഇന്നിങ്ങോട്ട് വരുന്ന സമയത്ത് മക്കളോട് യാത്ര പറഞ്ഞിട്ടാണെങ്കിൽ ഇന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മുടെ ചേതനയറ്റ ശരീരമായിരിക്കും. അത്രത്തോളം ദുർബലം. നമ്മൾ പുറത്തഴിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ചെരുപ്പുണ്ടല്ലോ,
ആ ചെരുപ്പ് ഞാൻ തന്നെ ധരിക്കുമെന്ന് ഉറപ്പ് പറയാൻ നമ്മളിൽ എത്ര ആളുകൾക്ക് കഴിയും? അത്രയും ദുർബലത, അത്രയും നിസാരത ഈ ദുനിയാവിന്റെ വിഷയത്തിലുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണോ ഇസ്ലാം പഠിപ്പിച്ചത് അതനുസരിച്ചു കൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മൾ മാറണം. ഇനി പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടി ചേർത്ത് പറയട്ടെ. നാലാമത്തെ വിഷയം, ഈ ഒരു വിഷയത്തിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ, ഒരുപാട് പെട്ടെന്നുള്ള മരണങ്ങൾ കാണുമ്പോൾ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാചകം ഓർക്കുക. ഇത് അന്ത്യനാളിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണുവാൻ സാധിക്കും, ഇന്ന മിൻ അമാറാത്തിസ് സാഅ അൻ യദ്ഹറ മൗത്തുൽ ഫജ്അ. തീർച്ചയായും അന്ത്യദിനത്തിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് പെട്ടെന്നുള്ള മരണങ്ങൾ സംഭവിക്കുക എന്നുള്ളത്. ഈ മൗത്തുൽ ഫജ്അ എന്ന് പറയുന്നതിന് പണ്ഡിതന്മാർ ഒരുപാട് വിശദീകരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു വിശദീകരണം, ഒരാൾക്ക് രോഗം വന്നു, പെട്ടെന്ന് മരിച്ചു. കാലങ്ങളില്ല, ഒരാളിങ്ങനെ രോഗിയായി കിടക്കുന്നുണ്ടാകും, പക്ഷേ മറ്റേയാൾക്ക് വന്നു, പെട്ടെന്ന് മരിച്ചു. അതല്ലെങ്കിലോ അപ്രതീക്ഷിതമായ മരണങ്ങൾ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മരണം. ഒരു പക്ഷേ ഒരാൾ യുദ്ധത്തിന് പോകുമ്പോൾ അയാളുടെ മനസ്സിലെങ്കിലും ഉണ്ടാകും, ഞാൻ അത് ചിലപ്പോൾ മരിക്കാൻ സാധ്യതയുണ്ട്. വേറെ പല കാര്യങ്ങൾക്കും ഉണ്ടാകും. രോഗം വരുമ്പോൾ അയാളുടെ മനസ്സിൽ തോന്നും, ചിലപ്പോൾ ഞാൻ മരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അപ്രതീക്ഷിതമായിട്ടുള്ള മരണങ്ങൾ സംഭവിക്കുക അന്ത്യദിനത്തിന്റെ അടയാളമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞതാണെങ്കിൽ, ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അധികവും അത്തരത്തിലുള്ള അന്ത്യനാളിന്റെ അടയാളങ്ങളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുള്ള പല അടയാളങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ അന്ത്യനാൾ വന്നാലും ഇല്ലെങ്കിലും, അതിലേക്ക് നമ്മൾ എത്തിയാലും ഇല്ലെങ്കിലും, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മരണം അതൊരു പക്ഷേ ഫ്ലൈറ്റിൽ കയറണമെന്നില്ല, അത് കപ്പലിലേക്ക് കയറണമെന്നില്ല, നമ്മൾ യാത്ര ചെയ്യുന്ന ബൈക്കിൽ തന്നെ സംഭവിക്കും, നമ്മൾ യാത്ര ചെയ്യുന്ന വാഹനത്തിൽ സംഭവിക്കും, അല്ല നമ്മൾ നടന്നു പോവുകയാണെങ്കിൽ പോലും സംഭവിക്കും. ആ ഒരു മരണത്തിന് മുമ്പ് അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിൽ, അള്ളാഹു തൃപ്തിപ്പെട്ട രൂപത്തിൽ ജീവിക്കാൻ ഞാനും നിങ്ങൾ പരിശ്രമിക്കുക. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടൊന്നു പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന ഏറെ ദുരന്തപൂർണമായ ഒരു സംഭവത്തെക്കുറിച്ചും അതിൽ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ ഓർക്കേണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ചുമാണ് ഓർമ്മപ്പെടുത്തിയത്. എന്നാൽ ഈ വാർത്തകളെല്ലാം വരുമ്പോഴും ഈ സംഭവിച്ച ദുരന്തങ്ങളെക്കാൾ വലിയ ദുരന്തങ്ങളായി മാറുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും. ഇത്തരത്തിലുള്ള വാർത്തകളിലെല്ലാം അതിൻ്റെ കമന്റ് ബോക്സിൽ വന്നുകൊണ്ട്, എവിടെ പോയി പടച്ചോൻ? നിങ്ങൾ പറയുന്ന പടച്ചോൻ എവിടെ? എന്തുകൊണ്ട് അള്ളാഹു ഇത്രയേറെ ആളുകളെ കൊലപ്പെടുത്തി? നിങ്ങൾ പറയുന്ന പടച്ചോൻ കാരുണ്യവാനാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ആ പിഞ്ചു പൈതങ്ങൾ മരണപ്പെട്ടു? പൊതുവെ ഏതു ദുരന്തത്തിന്റെ കീഴിലും, ഏതു ദുരന്തത്തിന്റെ പോസ്റ്ററുകൾക്കിടയിലും, ഏതു വാർത്തകൾക്ക് കീഴിലുമൊക്കെ ഇത്തരത്തിലുള്ള കമന്റുകളുമായി വരുന്ന ആളുകളുണ്ട്. അവരുടെ പേരൊരു പക്ഷേ യുക്തിവാദി എന്നോ സ്വതന്ത്രവാദിയോ എന്നൊക്കെയാണെങ്കിൽ പോലും യാതൊരു യുക്തിയുമില്ലാത്ത, യാതൊരു ലോജിക്കുമില്ലാത്ത വാക്കുകളാണ് പലപ്പോഴും പറയാറുള്ളത്. സത്യത്തിൽ ഇവര് മനസ്സിലാക്കുന്ന പടച്ചോൻ ഒരു പരീക്ഷണവും ഇല്ലാതെ എല്ലാവർക്കും എല്ലാം സ്മൂത്തായിട്ട് നൽകുന്നവൻ, എല്ലാവർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. പ്രിയപ്പെട്ടവരെ, അത് പടച്ചോൻ പറഞ്ഞു എവിടെ? സ്വർഗത്തിലാണ്. അവിടെയാണ് പ്രയാസങ്ങളില്ലാത്ത. ഈ ലോകത്ത് അള്ളാഹു പറഞ്ഞത്, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. വലനബ്ലുവന്നകും, നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. പരീക്ഷിക്കൂല എന്നല്ല പടച്ചോൻ പറഞ്ഞു, പരീക്ഷിക്കും. എന്തിനു വേണ്ടി? ഓരോ വ്യക്തിയെയും മനസ്സിലാക്കാൻ, അവന്റെ ഈമാൻ അളക്കാൻ, അവൻ എത്രത്തോളം അള്ളാഹുവിലേക്ക് അടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു വാചകം കൂടി നോക്കിക്കോ. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും,
നിങ്ങളിലാവട്ടെ, നിങ്ങളുടെ ദേഹങ്ങളിലാവട്ടെ, ഭൂമിയിലാവട്ടെ യാതൊരു ആപത്തും ബാധിക്കുന്നതായിട്ടില്ല. ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു രേഖയിൽ അത് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ, ഈ ഒരു സംഭവം നടക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് രേഖപ്പെടുത്താതെ, അങ്ങനെ ഒരു ദിവസം സംഭവിക്കുമെന്ന് പറയാതെ, ഒരു അപകടമോ ഒരു ഭൂമിയിൽ ഒരു പ്രശ്നമോ നിങ്ങളുടെ ശരീരത്തിലോ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. എത്ര കൃത്യമാണ് അല്ലാഹുവിന്റെ വാക്ക്, എത്ര കൃത്യമാണെന്ന് പറയുന്നത്. ഇത് സംഭവിക്കും തന്നെ പറഞ്ഞ് എല്ലാവർക്കും ഏതൊരു കാര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം തീരുമാനിച്ചിട്ടുണ്ട്. എന്നിട്ടോ വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്ന ദാലിക അലല്ലാഹി യസീർ. തീർച്ചയായും അല്ലാഹനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ എളുപ്പമുള്ള കാര്യം. അല്ലാഹ്ക്ക് ഇതൊക്കെ എളുപ്പം. അപ്പൊ വീണ്ടും ചില ആളുകൾ ചോദിക്കും, അതിലിപ്പോ എന്താണ് ഇപ്പൊ ഇവർക്ക് മുസ്ലിങ്ങൾക്ക് എന്ത് നേട്ടത്തിലുണ്ട്? അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ പറയുന്ന പടച്ചോൻ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കിയത് കൊണ്ട് എന്ത് നേട്ടാണ് നിങ്ങൾക്കുള്ളത്? എന്നാൽ അതിന്റെ അടുത്ത ആയത്ത് കേട്ടോ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ലികൈലാ തഅസു അലാ മാ ഫാതകും വലാ തഫ്റഹു ബിമാ ആതാകും. നിങ്ങൾക്ക് ഇപ്പൊ സംഭവിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതില്ലേ, ആ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാനും നിങ്ങൾക്ക് ലഭിച്ചതിന്റെ പേരിൽ വല്ലാതെ ആഹ്ലാദിക്കാതിരിക്കാനുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചത്. അല്ലാഹ് ഓരോന്നും തീരുമാനിച്ചത് ഇത് പടച്ചോന്റെ ഖദർ അനുസരിച്ച് നടക്കും എന്ന് പറഞ്ഞിട്ടാണ്. അത് ഒരു വിമാന അപകടം ഉണ്ടാവണമെന്നില്ല. ഒരാൾക്ക് ഒരു അസുഖം വന്നു, സ്വന്തം വാപ്പയാണ്, വാപ്പ മരിച്ചു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ പറയാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്നിട്ട് അവിടെ അവസാനിപ്പിക്കുന്നില്ല, അല്ലാഹുമ്മ ജുർനി ഫീ മുസീബതി വഖ്ലുഫ് ലി ഖൈറൻ മിൻഹാ. ഇതൊക്കെ വിശ്വാസിന്റെ മനസ്സാ. എന്താ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ? എല്ലാം അല്ലാഹുവിൽ നിന്നാണ്, അല്ലാഹുവിലേക്ക് തന്നെ മടക്കപ്പെടും. ഞാൻ വന്നത് അല്ലാഹുവിൽ നിന്നാണ്. 40 വയസ്സുള്ള ഒരാൾ 41 കൊല്ലങ്ങൾക്ക് മുമ്പ്, 42 കൊല്ലങ്ങൾക്ക് മുമ്പ് അവനെവിടെ അറിയൂല, അള്ളാന്റെ അടുക്കല. അവിടുന്ന് അള്ള പറഞ്ഞയച്ചതാ. ഈ ലോകത്തേക്ക് ഒരു 40 കൊല്ലം ജീവിച്ചോ, ഒരു 35 കൊല്ലം ജീവിച്ചോ, ഒരു 25 കൊല്ലം ജീവിച്ചോ, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ തിരിച്ചങ്ങോട്ട് തന്നെ പോകണം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്നവരാ. എന്നിട്ടോ ഒരു വിശ്വാസി പറയും, അല്ലാഹുമ്മ ജുർനി ഫീ മുസീബതി വഖ്ലുഫ് ലി ഖൈറൻ മിൻഹാ. അല്ലാഹുവേ, എനിക്ക് പറ്റിയിട്ടുള്ള ഈ ഒരു പ്രയാസം, എനിക്ക് ബാധിച്ചിട്ടുള്ള ഈ ബുദ്ധിമുട്ട്, അതിൽ എനിക്ക് നീ പ്രതിഫലം നൽകണം, ഇതിനേക്കാൾ ഉത്തമമായത് എനിക്ക് നൽകണം. നമ്മുടെ മക്കൾ മരിക്കുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സമാധാനിക്കാനുള്ള വാചകം അത്, അതിനേക്കാൾ ഉത്തമമായത് പടച്ചോൻ തരും. അതൊരു പക്ഷേ ഈ ലോകത്തായിരിക്കാം, അല്ലെങ്കിൽ പരലോകത്തായിരിക്കാം. എന്ത് നഷ്ടപ്പെട്ടാലും ഒരു വിശ്വാസിയുടെ മനസ്സ് പതറൂല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത വാക്ക് പറയൂല. അതാ മുസ്ലിം. ഈ ഇസ്ലാമിന്റെ ഇസ്സത്ത് പല ആളുകൾക്കും സഹിക്കുന്നില്ല. ഒരു മുസ്ലിം അവിടെ ധൈര്യത്തോടു കൂടി നിൽക്കുന്നത് കാണുമ്പോൾ സഹിക്കുന്നില്ല. അത് പലസ്തീനിന്റെ വിഷയത്തിൽ നമ്മൾ കണ്ടു. എത്രയോ ദിവസങ്ങളായി, മാസങ്ങളായി, വർഷങ്ങളായി അവിടെ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അവർക്കറിയാം അല്ലാഹുവിന്റെ ഖദർ എന്താണ്, അല്ലാഹുവിന്റെ ഖദാ എന്താണ്, ഒരു വിശ്വാസി എങ്ങനെയാണ് നിലകൊള്ളേണ്ടത് അറിയാം. അവിടെയാണ് അവരുടെ ഈമാൻ പലരും അളക്കാൻ നോക്കിയിട്ടുണ്ട്, പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. യഥാർത്ഥ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രശ്നങ്ങൾ കാണുകയാണെങ്കിൽ, എന്ത് ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കി, ഒരു മടയിൽ ഒന്നുമല്ലാത്തൊരവസ്ഥയിലെത്തി. എന്നാ പ്രിയപ്പെട്ടവരെ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതൊരാൾ മരിച്ചാൽ മാത്രം പറയേണ്ടതല്ല. ഒരു അപകടം കേട്ടാൽ, ഒരു പ്രയാസം സംഭവിച്ചാൽ പറയേണ്ട കാര്യ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് റബ്ബ് തന്നതാ, റബ്ബ് തിരിച്ചെടുത്തു, അത്രേ ഉള്ളൂ. ഒരു വിശ്വാസിയുടെ മനസ്സതാ. പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ആളുകൾ ഇസ്ലാമിനെതിരെ ഇങ്ങനെ ആരോപണങ്ങൾ പറയുമ്പോൾ അതിലിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നവരല്ല വിശ്വാസി. അവൻ യഥാർത്ഥത്തിൽ ഈ ഖുർആനിന്റെ ആയത്ത് പറയുന്നത്, അള്ളാഹ് പറയുന്നത് എല്ലാം അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരാൾ മരിക്കണം എന്നുള്ളത് അള്ളാഹിന്റെ തീരുമാനം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ 200 ആളുകളുടെ റൂഹെടുത്തു എങ്കിൽ 200 കോടിയിലധികം ആളുകൾ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കണില്ല പലരും. അവര് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അവരുറങ്ങുന്നുണ്ട്, അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു അപകടം സംഭവിക്കുമ്പോൾ അത് അള്ളാഹിനെ കുറ്റപ്പെടുത്താനല്ല, അത് അള്ളാഹിന്റെ തീരുമാനമാണ്. ഓരോരുത്തർക്കും അള്ളാഹു ഓരോ മരണം തീരുമാനിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ അവർ ആ ഫ്ലൈറ്റിൽ കയറിയില്ല എന്ന് വിചാരിച്ചു, എന്ന മരണമില്ലേ? ആ ഒരു അപകടം സംഭവിച്ചില്ല എന്ന് വിചാരിച്ചു, ഓരോരുത്തരും അവരവരുടെ വീട്ടിൽ പോയി, ഓരോരുത്തരും വീട്ടിൽ കുഴഞ്ഞു വീണ് മരിച്ചു, ഇല്ലേ? സംഭവിക്കൂലേ? അപ്പോഴും മരണമുണ്ട്. ഒരു അപകടം സംഭവിക്കുമ്പോൾ മാത്രം അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുന്നവരോടാണ് പറയാനുള്ളത്,
ഒരു മനുഷ്യൻ ഈ ലോകത്തേക്ക് വന്നത് അള്ളാഹുവിന്റെ തീരുമാനമാണെങ്കിൽ ഈ ലോകത്തുനിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു കൊണ്ടുപോകാൻ പല തീരുമാനങ്ങളുണ്ട്. അതിൽ കുഴഞ്ഞു വീണ് മരിക്കലാവാം, വാഹനമിടിച്ച് മരിക്കലാവാം, പൊട്ടിത്തെറിച്ചു കൊണ്ടാവാം, വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടാവാം, ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണിട്ടാവാം, പല നിലക്കും സംഭവിക്കും. അതൊരു മനുഷ്യൻ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. എൻ്റെ ജീവിതത്തിൽ എങ്ങനെ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും സ്വയം ആലോചിക്കാം. പക്ഷേ എങ്ങനെ സംഭവിക്കുകയാണെങ്കിലും എങ്ങനെ മരിക്കുകയാണെങ്കിലും ഈമാനുള്ളൊരു മരണമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടത്. നമ്മുടെ ഖുതുബയുടെ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത്, എല്ലാ ഖുതുബയിലും നമ്മൾ കേൾക്കുന്ന ആയത്ത്, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായി കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കല്ലേ, ഹറാമ് ചെയ്ത് മരിക്കല്ലേ, തെറ്റ് ചെയ്തുകൊണ്ട് മരിക്കല്ലേ, വ്യഭിചരിച്ചുകൊണ്ട് മരിക്കല്ലേ, കള്ളു കുടിച്ചുകൊണ്ട് മരിക്കല്ലേ, പലിശയിലായിക്കൊണ്ട് മരിക്കല്ലേ, തോന്നിവാസങ്ങൾ ചെയ്ത് മരിക്കല്ലേ. നമ്മളിങ്ങനെ ആലോചിക്കണം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഒരു ഹറാമിൽ അവൻ ഇടപെടുമ്പോൾ, അവൻ സിനിമ കണ്ടുകൊണ്ടിരിക്കെ ആ 2.5 മണിക്കൂറിൽ ഞാൻ മരിക്കൂലെന്ന് അവൻ ഉറപ്പ് പറയാൻ പറ്റൂ? കള്ളു കുടിച്ചുകൊണ്ടിരിക്കെ ഞാൻ മരിക്കൂലെന്ന് പറയാൻ പറ്റൂ? സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കെ ഞാൻ മരിക്കൂലെന്ന് പറയാൻ പറ്റൂ? അത് നല്ല മരണമാണോ പ്രിയപ്പെട്ടവർ? അത് നല്ല മരണം അല്ലല്ലോ. അത് നല്ല മരണമല്ല. നമ്മുടെ മനസ്സെന്നെ പറയുന്ന കാര്യമാണ്. അതെന്തായാലും ഒരു മോശം മരണമായി പോയിട്ടോ എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ എത്തരുത്. അതിനുവേണ്ടി നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി അള്ളാഹിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കാം, ദീന് മനസ്സിലാക്കുക, അള്ളാഹിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.